ഇത് പ്രസന്റ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുന്ന പേര് അമേരിക്ക എന്നായിരിക്കും. എന്നാൽ ആ അമേരിക്കയെ പോലും വിറപ്പിക്കാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ട മറ്റൊരു രാജ്യം ഗൾഫിലുണ്ട്, സൗദി അറേബ്യ. കഴിഞ്ഞ 80 വർഷമായി ലോകത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയും സുരക്ഷയും തീരുമാനിക്കുന്നതിൽ ഈ അച്ചുതണ്ട് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. More than 80 years of close partnership between the United States and the Kingdom of Saudi Arabia. The U.S.-Saudi relationship has been a bedrock of security and prosperity. And we take the next steps to make our relationship closer, stronger, and more powerful than ever before. മിക്ക ലോക നേതാക്കളും പരസ്യമായി സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. അമേരിക്കയുടെ വിദേശ നയങ്ങളിൽ സൗദിക്ക് ഒരു സ്പെഷ്യൽ പദവി ഉണ്ടെന്ന്, മറ്റേതൊരു രാജ്യത്തേക്കാളും മേലെയുള്ള ഒരു പ്രത്യേക പരിഗണന. പക്ഷേ ഇവിടെയാണ് വലിയൊരു ട്വിസ്റ്റ്. സൗദി അറേബ്യ ഒരു ആണവ ശക്തിയല്ല, ചൈനയെ പോലെ ഒരു വമ്പൻ വ്യവസായ കേന്ദ്രവുമല്ല, പോരാത്തതിന് കടുത്ത ജലക്ഷാമം നേരിടുന്ന ഒരു രാജ്യം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതൊന്നും ഇല്ലെങ്കിലും പിന്നെന്താ, അവർക്ക് ഇഷ്ടം പോലെ എണ്ണയുണ്ടല്ലോ എന്ന്. എങ്കിൽ കേട്ടോളൂ, എണ്ണയുടെ കാര്യമെടുത്താൽ ഇറാനും ഇറാഖും വെനിസ്വലയും ലിബിയയുമൊക്കെ ഒന്നിനൊന്ന് മെച്ചമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആ രാജ്യങ്ങൾ അമേരിക്കയുടെ ഉപരോധത്തിലും സൈനിക അധിനിവേശത്തിലും തകർന്നു പോയപ്പോൾ സൗദി അറേബ്യ മാത്രം ഒരു പോറലും ഏൽക്കാതെ ആഗോള രാഷ്ട്രീയത്തിലെ കിരീടം വെക്കാത്ത രാജാവായി തുടരുന്നത്? Really have a great friendship, a great relationship. The US and Saudi Arabia have deep ties that go back decades. Arabia and the US are connected by oil. 1990-ൽ സദാം ഹുസൈൻ സൗദിക്കെതിരെ തിരിഞ്ഞപ്പോൾ ആ പേടി മാറ്റാൻ അമേരിക്ക തങ്ങളുടെ ലക്ഷക്കണക്കിന് പട്ടാളക്കാരെയാണ് സൗദിയുടെ കാവലിനായി അയച്ചു കൊടുത്തത്. അതിലും ഞെട്ടിക്കുന്ന കാര്യം മറ്റൊന്നാണ്. ലോകത്തെ ഞെട്ടിച്ച 9/11 ഭീകരാക്രമണം നടത്തിയവരിൽ ഭൂരിഭാഗവും സൗദി അറേബ്യയിൽ നിന്നുള്ളവരായിരുന്നു എന്ന് തെളിഞ്ഞിട്ട് പോലും അമേരിക്ക അന്ന് സൗദിക്കെതിരെ ഒരു നടപടിയും എടുത്തില്ല. പകരം അവർ യുദ്ധം പ്രഖ്യാപിച്ചത് അഫ്ഗാനിസ്ഥാനോടും ഇറാഖിനോടുമാണ്. റഷ്യ യുക്രൈനെ ആക്രമിച്ചപ്പോൾ ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക റഷ്യയെ തളർത്താൻ നോക്കി. എന്നാൽ യമനിൽ സൗദി ഇടപെട്ടപ്പോൾ അമേരിക്ക എന്തുകൊണ്ട് മൗനം പാലിച്ചു? എന്താണ് സൗദി അറേബ്യ ഒളിപ്പിച്ചു വെക്കുന്ന ആ രഹസ്യം? അമേരിക്കയെ ഇത്രത്തോളം പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്താണ്? യമനിലെ യുദ്ധം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു, കോടിക്കണക്കിന് ആളുകൾ പട്ടിണിയിലായി. The conflict has been going on for years, causing mass food shortages. Poverty is everywhere. People there are struggling to meet their basic needs. thousands have been killed and millions have been displaced so far. People are really dying for nothing. ലോകം മുഴുവൻ ഇതിനെതിരെ ശബ്ദമുയർത്തിയപ്പോഴും അമേരിക്ക മാത്രം സൗദിക്കൊപ്പം ഉറച്ചു നിന്നു. വെറുതെ ഒരു പിന്തുണയല്ല അവർ നൽകിയത്, അത്യാധുനിക ആയുധങ്ങൾ നൽകി, ഇൻ്റലിജൻസ് വിവരങ്ങൾ പങ്കുവച്ചു. എന്തിന്? സൗദിയുടെ സൈനിക നീക്കങ്ങൾക്ക് പോലും അമേരിക്ക നേരിട്ട് സഹായം നൽകി. ഇവിടെയാണ് കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ആ ചോദ്യം വരുന്നത്. സൗദി അറേബ്യയ്ക്ക് മാത്രം എന്തിനാണ് അമേരിക്ക ഇത്രയും വലിയൊരു സപ്പോർട്ട് നൽകുന്നത്? സൗദിക്ക് സ്വന്തമായി ആണവായുധങ്ങളില്ല, ചൈനയെപ്പോലെ വലിയ ഫാക്ടറികളുമില്ല. എന്തിന്? സ്വന്തം നാട്ടിലെ ജോലികൾക്ക് പോലും അവർ വിദേശികളെയാണ് ആശ്രയിക്കുന്നത്. എന്നിട്ടും ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ, ആരും തൊടാൻ പേടിക്കുന്ന ഒരു രാജ്യമായി സൗദി നിലനിൽക്കുന്നത് എങ്ങനെയാണ്? എന്താണ് സൗദിയെ ഇത്ര പവർഫുൾ ആക്കുന്നത്? ലോകരാജ്യങ്ങളെ കയ്യിലെടുക്കാൻ അവർ ഉപയോഗിച്ച ആ മാന്ത്രിക വിദ്യ എന്താണ്? ഇത് അറിയണമെങ്കിൽ നമ്മൾ ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കണം. ലോകത്തിൻ്റെ സാമ്പത്തിക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ആ നിമിഷത്തിലേക്ക് നമുക്കൊന്ന് പോകാം. 1971-ൽ അമേരിക്കയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. കടം കുന്നുകൂടുന്നു, വിലക്കയറ്റം സഹിക്കാൻ പറ്റാത്ത രീതിയിലായി. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി തകരാൻ തുടങ്ങിയ ഒരു സമയമായിരുന്നു അത്. Government reports that wholesale prices rose 1.8% in October. It indicates that inflation remains a serious problem. ഈ തകർച്ചയുടെ കഥ അറിയണമെങ്കിൽ നമ്മൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലത്തേക്ക് പോകണം. അന്ന് ലോകത്തെ സ്വർണത്തിൻ്റെ 70% അമേരിക്കയുടെ കയ്യിലായിരുന്നു. ഇത്രയും വലിയൊരു സമ്പത്ത് എങ്ങനെയാണ് ഒരു രാജ്യത്തേക്ക് മാത്രം എത്തിയത്? ലോകത്തിൻ്റെ സാമ്പത്തിക ചരിത്രം നിയന്ത്രിച്ച റോത്സ്ചൈൽഡ് കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് പരിശോധിക്കാവുന്നതാണ്. 70% സ്വർണം തങ്ങളുടെ പക്കലാണെന്ന ആ ധൈര്യത്തിൽ
1944 അമേരിക്ക ലോകരാജ്യങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കച്ചവടത്തിൽ സ്വർണം സൂക്ഷിക്കേണ്ട, പകരം ഞങ്ങളുടെ ഡോളർ ഉപയോഗിച്ചോളൂ. അതൊരു വെറും വാക്കായിരുന്നില്ല, വലിയൊരു ഉറപ്പായിരുന്നു. ഏത് സമയത്ത് $35 കൊണ്ടുവന്നാലും പകരം ഞങ്ങൾ 1 ഔൺസ് സ്വർണം തരും. ഈ വാക്കിൽ വിശ്വസിച്ച് ലോകരാജ്യങ്ങളെല്ലാം ഡോളറിനെ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. പക്ഷേ ഇവിടെയാണ് ആ വലിയ ചതി തുടങ്ങുന്നത്. ലോകരാജ്യങ്ങൾ തങ്ങളെ വിശ്വസിച്ചത് അമേരിക്ക മുതലെടുത്തു. തങ്ങളുടെ കയ്യിലുള്ള സ്വർണത്തേക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ ഡോളർ അവർ വെറുതെ അച്ചടിച്ചു കൂട്ടി. 1970 ആയപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയി. ഈ കളി ഫ്രഞ്ച് പ്രസിഡന്റ് നേരത്തെ മണത്തു. 1965 അദ്ദേഹം ഒരു കപ്പൽ നിറയെ ഡോളറുമായി നേരെ അമേരിക്കയിലേക്ക് ചെന്നു. ഞങ്ങൾക്ക് ഈ കടലാസ് വേണ്ട, പകരം സ്വർണം തന്നെ വേണം എന്ന് അദ്ദേഹം വാശി പിടിച്ചു. ഇത് കണ്ടതോടെ മറ്റ് രാജ്യങ്ങൾക്കും സംശയമായി. ഡോളറിലുള്ള വിശ്വാസം പാടെ തകർന്നു. ഒടുവിൽ 1971 അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ലോകത്തെ ഞെട്ടിച്ച ആ പ്രഖ്യാപനം നടത്തി. Secretary Connally to suspend temporarily the convertibility of the dollar into gold and other reserve assets, except in amounts and conditions determined to be in the interest of monetary stability and in the best interest of the United States. ഇനി മുതൽ ഡോളർ കൊണ്ടുവന്നാൽ പകരം സ്വർണം തരില്ല. ആ ഒരൊറ്റ തീരുമാനത്തോടെ സ്വർണത്തിൻ്റെ പിൻബലമുണ്ടായിരുന്ന ഡോളർ വെറുമൊരു കടലാസ് കഷ്ണമായി മാറി. എന്നിട്ടും എന്തുകൊണ്ട് ലോകരാജ്യങ്ങൾ ഇന്നും ആ കടലാസ് കഷണത്തിന് പിന്നാലെ ഓടുന്നത്? സ്വന്തം പണം ഉപയോഗിച്ച് കച്ചവടം ചെയ്യാതെ അവർ എന്തിനാണ് ഇപ്പോഴും ഡോളറിനായി കൈനീട്ടുന്നത്? ലോകം മുഴുവൻ ഡോളറിനെ തള്ളിക്കളയുമെന്ന് എല്ലാവരും കരുതിയെങ്കിലും അമേരിക്കയുടെ സാമ്പത്തിക തകർച്ച ഉണ്ടായില്ല. കാരണം അമേരിക്കൻ ബുദ്ധിരാക്ഷസന്മാർക്ക് ഒരു വലിയ സത്യം അറിയാമായിരുന്നു. ആധുനിക ലോകത്തിന് സ്വർണമില്ലാതെ ജീവിക്കാം, പക്ഷേ എണ്ണയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. വണ്ടി ഓടിക്കാൻ, വലിയ ഫാക്ടറികൾ നടത്താൻ, എന്തിന് നമ്മുടെ ദൈനംദിന ജീവിതത്തിന് വരെ എണ്ണ വേണം. ആ സമയത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിച്ചിരുന്നത് സൗദി അറേബ്യയായിരുന്നു. അമേരിക്കയ്ക്ക് അതോടെ ഒരു പുതിയ ബുദ്ധി ഉദിച്ചു. അങ്ങനെ 1974 അമേരിക്ക സൗദി അറേബ്യയുമായി ആ രഹസ്യ കരാർ ഉണ്ടാക്കി. ഒറ്റനോട്ടത്തിൽ ലളിതമെന്ന് തോന്നുമെങ്കിലും ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതായിരുന്നു അത്. അമേരിക്കയുടെ വാഗ്ദാനം ഇതായിരുന്നു: സൗദി അറേബ്യയ്ക്ക് ആവശ്യമായ എല്ലാ സൈനിക സംരക്ഷണവും അത്യാധുനിക ആയുധങ്ങളും അമേരിക്ക നൽകും. പകരമായി സൗദി പാലിക്കേണ്ട 2 പ്രധാന നിബന്ധനകൾ ഇവയായിരുന്നു. ഒന്ന്, സൗദിയുടെ എണ്ണ വാങ്ങണമെങ്കിൽ ലോകത്തെ ഏത് രാജ്യവും $ഡോളറിൽ മാത്രമേ പണം നൽകാവൂ. 2, എണ്ണ വിറ്റ് കിട്ടുന്ന ആ വമ്പൻ തുക അമേരിക്കൻ ബാങ്കുകളിൽ തന്നെ നിക്ഷേപിക്കണം. ഇതാണ് പെട്രോ ഡോളർ റീസൈക്ലിംഗ്. ലോക ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ച ആ മാസ്റ്റർ പ്ലാൻ. ഇതോടെ കളി മാറി. ഇനി ലോകത്തെ ഏതൊരു രാജ്യത്തിന് എണ്ണ വേണമെങ്കിലും അവർ ആദ്യം കഷ്ടപ്പെട്ട് $ഡോളർ സംഘടിപ്പിക്കണം. അവർക്ക് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അമേരിക്കയുമായി നല്ല ബന്ധമില്ലെങ്കിൽ പോലും ഡോളർ ഇല്ലാതെ എണ്ണ കിട്ടില്ല എന്ന അവസ്ഥയായി. മറ്റു വഴികളൊന്നും അവർക്ക് മുന്നിലുണ്ടായിരുന്നില്ല. സൗദി അറേബ്യ ഇത് ഒറ്റയ്ക്കല്ല ചെയ്തത്. എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ വലിയ കൂട്ടായ്മയായ ഒപ്പക്കിനെ മുഴുവൻ ഈ തീരുമാനത്തിലേക്ക് നയിക്കാൻ സൗദിക്ക് കഴിഞ്ഞു. ഇതിലൂടെ ലോകത്തിൻ്റെ സാമ്പത്തിക ഭരണം മുഴുവൻ അമേരിക്ക സ്വന്തമാക്കി. എന്നാൽ ഇത്രയും കാലം അമേരിക്കയെ താങ്ങി നിർത്തിയ ഈ പെട്രോ ഡോളർ സാമ്രാജ്യം ഇന്ന് തകർച്ചയുടെ വക്കിലാണോ? സൗദി അറേബ്യയുടെ പുതിയ നീക്കങ്ങൾ അമേരിക്കയെ ഇത്രത്തോളം ഭയപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? സൗദി അറേബ്യ ഈ കരാറിൽ ഒപ്പിട്ടതോടെ കുവൈറ്റ്, ഇറാഖ്, UAE തുടങ്ങിയ അയൽ രാജ്യങ്ങളും അതേ വഴി തന്നെ തിരഞ്ഞെടുത്തു. അതോടെ ലോകത്ത് എഴുതപ്പെടാത്ത ഒരു നിയമം വന്നു: നിങ്ങൾക്ക് എണ്ണ വേണോ എങ്കിൽ കയ്യിൽ ഡോളർ വേണം. ഇങ്ങനെയാണ് തകർച്ചയുടെ വക്കിലായിരുന്ന അമേരിക്കൻ ഡോളർ വീണ്ടും ലോകത്തിൻ്റെ രാജാവായി മാറിയത്. ഈ സാമ്പത്തിക സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കാവൽക്കാരനായി സൗദി അറേബ്യയും മാറി. പക്ഷേ സൗദി അറേബ്യ ഒരു കാര്യം പണ്ടേ തീരുമാനിച്ചിരുന്നു. അമേരിക്കയുമായി വലിയ സൗഹൃദത്തിലാണെങ്കിലും അവർക്ക് ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. നാളെ അമേരിക്ക നമ്മളെ കൈവിട്ടാലോ? അതുകൊണ്ട് തന്നെ അവർ വെറുതെ ഇരുന്നില്ല. തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വളരെ ബുദ്ധിപരമായ ചില നീക്കങ്ങൾ അവർ രഹസ്യമായി നടത്തിക്കൊണ്ടിരുന്നു. സൗദി അറേബ്യ തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ബുദ്ധിപരമായ നീക്കങ്ങൾ ആലോചിക്കുമ്പോൾ മറ്റു ചില രാജ്യങ്ങൾ ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ വഴികളാണ് തിരഞ്ഞെടുത്തത്. ലിബിയയിലെ മുഅമ്മർ ഗദ്ദാഫിയും വെനിസ്വലയിലെ ഹ്യൂഗോ ഷാവേസും ഇതിന് വലിയ ഉദാഹരണങ്ങളാണ്. അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു: ഞങ്ങൾക്ക് അമേരിക്കയെ പേടിയില്ല, കച്ചവടത്തിന് ഞങ്ങൾ ഡോളർ ഉപയോഗിക്കില്ല,
അവർ ആവേശത്തോടെ സ്വന്തം നാട്ടിലെ എണ്ണ കമ്പനികളെല്ലാം പിടിച്ചെടുത്തു. വിദേശികളെയും അവരുടെ കമ്പനികളെയും അവിടെ നിന്ന് ആട്ടിയോടിച്ചു. പക്ഷേ ആ വെല്ലുവിളിയുടെ ഫലം എന്തായിരുന്നു? അമേരിക്കയോട് മുട്ടാൻ നിന്ന ഗദ്ദാഫിക്ക് അധികാരം മാത്രമല്ല, സ്വന്തം ജീവൻ വരെ കൊടുക്കേണ്ടി വന്നു. വെനിസ്വേലയുടെ കാര്യം അതിലും കഷ്ടമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണയുള്ള രാജ്യമായിട്ടും അവർ പട്ടിണിയിലും വലിയ തകർച്ചയിലുമായി. ഇതൊക്കെ കണ്ടാണ് സൗദി അറേബ്യ മറ്റൊരു വഴി തിരഞ്ഞെടുത്തത്. ഇവിടെയാണ് സൗദി അറേബ്യയുടെ ബുദ്ധി നമ്മൾ കാണേണ്ടത്. ഗദ്ദാഫിയും ഷാവേസും ഒക്കെ കമ്പനികൾ തല്ലിപ്പിടിച്ചപ്പോൾ സൗദി അറേബ്യ ചിന്തിച്ചത് മറ്റൊന്നാണ്. അവർ അമേരിക്കയുമായി വഴക്കിട്ടില്ല. പകരം ഓരോ ഓഹരികളായി പണം കൊടുത്ത് വാങ്ങി. പതുക്കെ പതുക്കെ ആരും അറിയാതെ അവർ അരാംകോയെ സ്വന്തമാക്കി. 1980 ആയപ്പോഴേക്കും ആ വലിയ കമ്പനി പൂർണ്ണമായും സൗദിയുടെ കയ്യിലായി. എങ്ങനെയെന്നല്ലേ? സൗദി അറേബ്യയുടെ തന്ത്രം നോക്കൂ. അവർ തോക്കെടുത്ത് യുദ്ധം ചെയ്യാനല്ല പോയത്, പകരം ബുദ്ധി ഉപയോഗിച്ച് കളിച്ചു. ബാക്കി രാജ്യങ്ങൾ അമേരിക്കയോട് വഴക്കിട്ടപ്പോൾ സൗദി ഇതൊരു ബിസിനസ്സായി കണ്ടു. ലോകത്തെ വമ്പൻ കമ്പനിയായ അരാംകോയെ അവർ ഒറ്റയടിക്ക് പിടിച്ചെടുത്തില്ല. പതുക്കെ പതുക്കെയാണ് അവർ ഓഹരികൾ വാങ്ങിയത്. ആദ്യം കുറച്ച് വാങ്ങി, പിന്നീട് ലാഭം കിട്ടിയപ്പോൾ അത് വെച്ച് കൂടുതൽ വാങ്ങി. അങ്ങനെ ആരെയും പിണക്കാതെ 1980 ആ വലിയ കമ്പനി പൂർണ്ണമായും സൗദിയുടെ കയ്യിലായി. ലോകത്തിലെ ഏറ്റവും ലാഭകരമായ കമ്പനിയാണ് അരാംകോ. ഇന്ന് ആപ്പിളിനെയും മൈക്രോസോഫ്റ്റിനെയും വെല്ലുവിളിക്കുന്ന ലാഭമാണ് ഈ ഒരൊറ്റ കമ്പനി സൗദിക്ക് നേടിക്കൊടുക്കുന്നത്. ആ കമ്പനി മുഴുവൻ സ്വന്തമായിട്ടും സൗദി അവരെ പുറത്താക്കിയില്ല. പകരം അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പണിയിൽ മിടുക്കന്മാരാണ്, അതുകൊണ്ട് ഈ കമ്പനി നിങ്ങൾ തന്നെ തുടർന്നു നടത്തും, നമുക്ക് ലാഭം പങ്കിടാം. ഇതൊരു വലിയ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. കാരണം അമേരിക്കക്കാരെ അവിടെ തന്നെ നിലനിർത്തിയതിലൂടെ 2 ഗുണങ്ങളുണ്ടായി. ഒന്ന്, സാങ്കേതികമായി ഏറ്റവും മികച്ച രീതിയിൽ കമ്പനി മുന്നോട്ട് പോയി. 2, അമേരിക്കൻ കമ്പനികൾക്ക് അവിടെ ലാഭമുള്ളതുകൊണ്ട് സൗദിക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ അവരെ സംരക്ഷിക്കാൻ അമേരിക്കൻ ഗവൺമെൻറ് എന്നും മുന്നിലുണ്ടാകുമെന്ന് സൗദി ഉറപ്പിച്ചു. ഇതോടെ അമേരിക്കയ്ക്കും സന്തോഷമായി, സൗദിക്കും വലിയ നേട്ടമായി. ഈ ഒരു ബുദ്ധിപരമായ നീക്കത്തിലൂടെ 2 രാജ്യങ്ങളും കൈകോർത്തു. അമേരിക്കയ്ക്ക് വലിയ ലാഭം കിട്ടിക്കൊണ്ടേയിരുന്നു. സൗദിക്കാവട്ടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറാനും കഴിഞ്ഞു. മറ്റൊരു പ്രധാന കാര്യം, ഈ കമ്പനികൾക്ക് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു എന്നതാണ്. അതുപയോഗിച്ച് സൗദിയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്ക എന്നും മുന്നിൽ നിന്നു. ഇന്ന് സൗദി അറേബ്യയുടെ കരുത്ത് വെറും എണ്ണയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അമേരിക്കയുടെ സാമ്പത്തിക താക്കോൽ സൗദിയുടെ പോക്കറ്റിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അമേരിക്കൻ ഗവൺമെൻറ് വാങ്ങിയ കടത്തിൻ്റെ വലിയൊരു ഭാഗം ഇന്ന് സൗദിയുടെ കയ്യിലാണ്. ലോകത്തെ വമ്പൻ കമ്പനികളിലെല്ലാം അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമുണ്ട്. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ പാഠമാണ്. ബലപ്രയോഗം എപ്പോഴും നാശമേ വരുത്തൂ. എന്നാൽ ബുദ്ധിപരമായ സഹകരണം നിങ്ങളെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കും. നേരിട്ട് യുദ്ധം ചെയ്യാതെ ലോകത്തെ തങ്ങളുടെ വരുതിയിലാക്കിയ സൗദി അറേബ്യയുടെ വിജയഗാഥയാണിത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സൗദി അറേബ്യയുടെ ഈ വളർച്ച വെറുമൊരു ഭാഗ്യമല്ല, അത് കൃത്യമായ പ്ലാനിങ്ങിൻ്റെയും ബുദ്ധിപരമായ നീക്കങ്ങളുടെയും ഫലമാണ്. ലോകം മുഴുവൻ തോക്കെടുത്ത് പോരാടിയപ്പോൾ സൗദി അറേബ്യ തിരഞ്ഞെടുത്തത് സൗഹൃദവും സഹകരണവുമാണ്. ആ ഒരു ഒത്തുതീർപ്പിലൂടെ അവർ നേടിയെടുത്തത് ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക സാമ്രാജ്യമാണ്. ഇന്ന് സൗദി അറേബ്യ എണ്ണയെ മാത്രം ആശ്രയിക്കുന്ന ഒരു രാജ്യമല്ല. അവർ വിനോദസഞ്ചാരത്തിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിൻ്റെ മുൻനിരയിലേക്ക് കുതിക്കുകയാണ്. പക്ഷേ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഇത്രയും കാലം അമേരിക്കയെ താങ്ങി നിർത്തിയ ആ പെട്രോ ഡോളർ യുഗം അവസാനിക്കുകയാണോ? സൗദി അറേബ്യ ഇപ്പോൾ ചൈനയുമായി റഷ്യയുമായി അടുക്കുന്നത് എന്തിനാണ്? അമേരിക്കയുമായുള്ള ആ 80 വർഷത്തെ ബന്ധം തകരാൻ പോവുകയാണോ? അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി സംസാരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.